അസ്സലാമലൈക്കും. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. പരിശുദ്ധമായ റമദാനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് ദുൽഹജ്ജ് 10. ദുൽഹജ്ജ് മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ദുൽഹജ്ജിൻ്റെ 10-ാം ദിവസം എന്ന് പറഞ്ഞാൽ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള മാസമാണ്. ഈ മാസത്തിൻ്റെ മഹത്വം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി അള്ളാഹു ബഹുമാനിച്ച മാസമാണ്. അള്ളാഹ് ബഹുമാനിക്കുന്നതിനെ നമ്മൾ ബഹുമാനിക്കുക. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ദുൽഹജ്ജ് 10 പകലിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ദുൽഹജ്ജിലെ പകലാണ്. അമലുകൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് അനുഗ്രഹീതമാക്കുക. ദുൽഹജ്ജിലെ ഓതേണ്ട സൂറത്തുകളാണ് ഫജ്ർ. ഒരു തവണ ഓതിയാൽ മതി. ഏതാഗ്രഹവും അള്ളാഹു നിറവേറ്റിത്തരുന്നതാണ്. രണ്ടാമത്തത് സൂറത്ത് ആല് ഇമ്രാനിലെ 96-97 ആയത്തുകൾ ഓതുക. 3 തവണ ഓതാൻ ശ്രമിക്കുക. ഇത് ഓതിയിട്ട് ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി ദുആ ചെയ്താൽ അവൻ ഹജ്ജ് ചെയ്യാതെ മരിക്കുകയില്ലെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായി സൂറത്ത് ഇഖ്ലാസ് ഓതുക. എല്ലാ ദിവസവും 200 തവണ ഓതാൻ ശ്രമിക്കുക. രാവിലെയും വൈകുന്നേരവുമായിട്ട് ഓതിയാൽ മതി. നമ്മുടെ ഖൽബിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ സങ്കടങ്ങളും അള്ളാഹു അലിയിപ്പിച്ച് കളയുന്നതാണ്. സൂറത്ത് ഇഖ്ലാസ് കൊണ്ട് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നാലാമതായി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ അധികരിപ്പിക്കുക. പരിശുദ്ധമായ ഈ ദിക്ർ നിരന്തരം ചൊല്ലിയാണ് സ്വർഗം ഉറപ്പാണ് നമുക്ക്. അഞ്ചാമതായി 1 മുതൽ 10 വരെ തക്ബീർ ചൊല്ലുക. അല്ലാഹു അക്ബർ എന്ന് മൃഗങ്ങളെ കാണുമ്പോൾ പറയുക. ആറാമതായി 1 മുതൽ 10 വരെ അറവ് നടക്കുന്നത് വരെ നഖം, മുടി ഇവ നീക്കം ചെയ്യരുത്. ഏഴാമതായി 1-ാമത്തെ രാവ് കടന്നു വരുമ്പോൾ ഈ രാവിനെ സ്വീകരിക്കണം. പിറ കൊണ്ട് കഴിയുമ്പോൾ ഈ ദുആ ചൊല്ലണം. 8-ാമതായി ദുൽഹജ്ജ് ആദ്യത്തെ രാവിൽ തബാറക സൂറത്ത് ഓതുക. പിന്നീട് ഒരു മാസം തിരിഞ്ഞു നോക്കണ്ട. ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുന്നതാണ്. 1 മുതൽ 9 വരെ നോമ്പ് പിടിക്കുക. 10-ാമതായി 1 മുതൽ 10 വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കുക. ഇഷ്ടം പോലെ ചൊല്ലുക. എല്ലാ ദുആയ്ക്കും അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. 11-ാമതായി ഉളഹിയ്യത്ത് അറുക്കുക. കഴിവുള്ളവൻ ഉളഹിയ്യത്ത് കൊടുക്കുക. ദുൽഹജ്ജ് 10 രാവും പകലും സമ്പന്നമാക്കാൻ നമുക്ക് കഴിയണം. ഈ പറഞ്ഞ 11 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.